ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോമതി നന്ദിതയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണല്ലോ കാണുന്നത്. അപ്പോൾ തന്നെ ബാലന് ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ബാലൻ നേരെ അകത്തേക്ക് കയറി പോവുക. ഗോമതിയെ വഴക്ക് പറഞ്ഞുകൊണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് കൂട്ടുകൂടുകയോ മിണ്ടാനോ സംസാരിക്കാനോ പോകരുതെന്ന്. അതല്ല ബാലേട്ട, അവൾ ഇങ്ങോട്ട് വന്നതാണ് നന്ദിത. പിന്നെ നമ്മുടെ ആര്യൻ്റെയും മിത്രയുടെയും കാര്യത്തെക്കുറിച്ച് ഒരു വിഷമമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ അവർക്ക് ഇത്ര വിഷമം? അതല്ല, ആര്യൻ്റെ ഇവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട്. മിത്രയുടെ വള പണയം വെച്ച് അവർ വീട്ടിൽ ചിലവ് കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് തോന്നണേ. അതിൻ്റെ കാര്യങ്ങൾ പറയാനാ. അതിവിടെ അച്യുത് അപ്പുറത്ത് ആനന്ദേട്ടനും നന്ദിതയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതെന്ന് പറയാം. അപ്പം തന്നെ ബാലൻ പറയാം, ഇതിങ്ങനെയേ വരൂ. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ഇത് ശരിയായിട്ടുള്ളൊരു ബന്ധമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ തന്നെ അനുഭവിക്കട്ടെ അവൻ. എല്ലാവരെയും ഇട്ടെറിഞ്ഞിട്ട് അവൻ പോയതല്ലേ. എന്താ ബാലേട്ട, ഒരവസ്ഥ വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ അല്ലാണ്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഞാനാണ് കുറ്റക്കാരൻ. ഇപ്പം പറഞ്ഞതുപോലെ നടന്നോ? അല്ലെങ്കിൽ തന്നെ ചെറുതിലെ മുതലേ അവൻ എന്നെ ധിക്കരിച്ച് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. മറ്റുള്ള മക്കളെപ്പോലെ അല്ല അവൻ. എന്നിട്ടും ഇപ്പോഴും ആ ധിക്കാരത്തിന് ഒരു കുറവുമില്ല. അപ്പോഴൊക്കെ നീ അവന് സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരുന്നത്. ഒളിച്ചും മറഞ്ഞും ഒക്കെ സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയാട്ടോ. അവസാനം ബാലനാണെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഗോമതി പറയാം, എന്തായാലും ഒരു വിഷമാവസ്ഥ വരുമ്പോൾ ഇങ്ങനെയൊന്നും പറയല്ലേ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കാണണ്ടേ? എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കുടുംബം അമ്മ പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ വളയോ മാലയോ ഒക്കെ പണയം വെച്ച് ചെയ്യേണ്ടി വരും. ഇതൊന്നും അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ബാലൻ പറയാട്ടോ. അങ്ങനെ ഗോമതി വലിയ സങ്കടത്തിൽ അതും കേട്ടിട്ട് അവിടെ ഇരിക്കാം. എന്നിട്ട് ബാലൻ വന്ന് പറഞ്ഞത്, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം അവൻ്റെ കാര്യം പറയേണ്ട സമയമല്ല. ഇപ്പം നല്ലൊരു വിവാഹം നടക്കേണ്ടതാണ് ഇവിടെ. അതിനെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് ബാലൻ പോവാട്ടോ. അതേസമയം ആര്യനാണെങ്കിൽ ആ ഒരു 50,000 രൂപ നേരെ കൊണ്ട് വളത്തെ എടുത്തത് അനന്തനാണല്ലോ. അതുകൊണ്ട് നേരെ അവർ വരുന്ന വഴിയിൽ കാറ് തടഞ്ഞ് നിർത്തിയിട്ട് നന്ദിതയും അനന്തനും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളെ കാത്ത് നിന്നതാണ്. ഞാൻ ആര്യനാണ്, മിത്രയുടെ ഭർത്താവാണ് എന്നൊക്കെ പറയാം. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊന്നും ചെയ്യേണ്ട. ഞാൻ ഈ ഒരു 50,000 രൂപ ഇത് തിരിച്ചു തരാൻ വന്നതാ. അപ്പോഴത്തേക്കും നന്ദിത പറയും, മോനെ അത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ. എൻ്റെ മോളും കൂടെ അല്ലേ അവൾ. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഒരവകാശപ്പെട്ടതുമല്ല. നിങ്ങളുടെ മോളാണ് മിത്രയെങ്കിലും എൻ്റെ ഭാര്യയാണ് അവൾ. അവളൊക്കെ എങ്ങനെ ജീവിക്കണമെന്നോ അവൾക്ക് ചിലവിന് കൊടുക്കാനും നല്ല പോലെ നോക്കാനും എനിക്കറിയാം. ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങളിത് പിടിക്കുന്നു പറഞ്ഞ് പറയട്ടോ. അപ്പം ഉടനെ അനന്തം പറയാട്ടോ, പോയവൾ പുറത്ത് ഇങ്ങനെ നമ്മുടെയൊക്കെ പറ്റിച്ചിട്ട് പോയതല്ലേ അവൾ. പോയത് പോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നന്ദിത പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തതെന്ന് പറയാം. ശരി, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുള്ളൂ. നിങ്ങളുടെ എടുത്തിട്ട് പോയ ആ 100 പവൻ ഞാൻ തിരികെ തരും. അതിൻ്റെ പേരിൽ കടയുടെ ഫ്രണ്ടിൽ വന്ന കള്ളനാണെന്നും സ്വർണ്ണക്കള്ളനാണെന്നും ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊന്നും ദയവ് ചെയ്ത് ഒട്ടിക്കരുത്. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തരും. അപ്പോൾ ഉടനെ അയാൾ ചോദിക്കുന്നുണ്ട്, പകുതിയെങ്കിലും കയ്യിലുണ്ടോ? പകുതിയല്ല, മുഴുവനായിട്ട് തന്നെ ഞാൻ തന്നിരിക്കും, അത് ഉറപ്പ്. പിന്നെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ളതിനൊന്നും ഏർപ്പെടരുതെന്ന് പറയുമ്പോൾ നന്ദിത പറയുന്നുണ്ട്, അതേ ആര്യ, ഞങ്ങളൊന്നും അതിൽ ഒരു പങ്കാളിയല്ല. ഞങ്ങൾക്കത് അറിയില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച കാര്യമെന്ന് പറയാം. എന്തായാലും ശരി, ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ് ആ പൈസ ആനന്ദൻ്റെ കൈയെടുത്ത് പിടിച്ചിട്ട് ആ പൈസ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആര്യൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ തന്നെ അയാൾ നന്ദിതയോട് പറയാം, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കാശ് കൊടുത്തത്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് ഇങ്ങനെ തന്നെ വരൂ എന്നുള്ളത് എനിക്കറിയാം എന്നും പറഞ്ഞ് അവരും പോവുക. അങ്ങനെ നേരെ നമ്മൾ ആര്യൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആര്യൻ ചെന്നിട്ട് പറയാം, എടാ എനിക്ക് പൈസ തികഞ്ഞില്ല, കിട്ടിയില്ല, ഒരാഴ്ച കൂടെ നീ ഒന്ന് ക്ഷമിക്കെന്ന് പറയാം കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ ഇന്ന് കൊടുക്കാമെന്ന് നീ പറഞ്ഞുകൊണ്ട് ഞാൻ ഇളയച്ചനോട് പറഞ്ഞു പോയല്ലോ. മിത്രയുടെ കയ്യിൽ കാശുണ്ട്, പക്ഷേ അതെനിക്ക് വാങ്ങിച്ച് തരാൻ പറ്റില്ല. ഞാൻ തന്നെ അധ്വാനിച്ച് നിനക്ക് തരും. എന്തായാലും ഒരാഴ്ച കൊണ്ട് നീ ക്ഷമിക്കെന്ന് പറയാം. അങ്ങനെ അയാൾ അത് സമ്മതിക്കാം. ശരിയെന്നും പറഞ്ഞു ബാലൻ അവിടുന്ന് നേരെ കടയിലേക്കാണ് പോകണേട്ടെ. കടയിൽ വന്ന ആകാശിനോടും പിന്നെ ധർമ്മനും രാമേട്ടനൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് പുതിയ ബന്ധത്തിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആകാശിനെ വെച്ച് പറയാണ് കേട്ടോ, അല്ലെങ്കിൽ തന്നെ രാമേട്ടാ, ഓരോ പെൺപിള്ളേരെ വീട്ടിൽ വന്ന് കയറുന്നത് എല്ലാം വീട്ടുകാരാലോചിക്കാതെ വന്ന് കയറുന്നത് പോലെ അല്ല ഇത് ഞാൻ നല്ല രീതിയിലാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആകാശിനത് കൊള്ളുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ ഈ മീനാക്ഷിയുടെ വീട്ടുകാർ ആരെങ്കിലും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതാ പറയണ, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വേണം, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ആകാശം നല്ല വിഷമാവാണ് കേട്ടോ. അപ്പോൾ തന്നെ രാമേട്ടൻ പറയുന്നുണ്ട്, എടാ നീ വിവാഹം കഴിച്ചപ്പോൾ നിനക്ക് ആരുണ്ടായിരുന്നു? നിനക്ക് ബന്ധുബലം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ അപ്പോൾ തന്നെ ബാലൻ്റെ മുഖം വാടുകയാണ് കേട്ടോ. അപ്പോൾ ആകാശ് പറയാ, രാമേട്ട അച്ഛനെ വെറുതെ വിഷമിപ്പിക്കാതെ. വേണ്ട പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളിൽ കൂടെയെങ്കിലും അത് നേടട്ടെ എന്ന്. അതിനെന്താ ഇത്ര തെറ്റ്? ഈ ഉദയഭാനു എന്ന് പറയുന്ന ആൾ അവരെന്ത് നല്ല സ്വഭാവം
സ്വഭാവക്കാരാ. ഇനി ഞാൻ നോക്കിക്കോ, നല്ല രീതിയിൽ ഒരു വിവാഹം നടന്നു കഴിയുമ്പോൾ അറിയാം ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കം നല്ല രീതിയിൽ പോകുന്നതെന്ന്. ഇപ്പം തന്നെ ആകാശിൻ്റെ കണ്ടില്ലേ, സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിൽ അതും ഇതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയട്ടോ. അത് കഴിഞ്ഞിട്ട് കടയിലിരിക്കുന്ന സമയത്താണ് ഗോമതി വീട്ടിലിരുന്ന് TV-യിൽ വാർത്ത വരുവാണ്, മീനാക്ഷിക്കെതിരെ എത്രയും വേഗം ആക്ഷൻ എടുക്കണമെന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ. അത് കേട്ട് പേടിച്ച് ചാടത്തുള്ളി ബാലനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടോ. ബാലനെ അന്തം വിട്ട് പോവാട്ടോ. അങ്ങനെ മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്നും കൊണ്ട് PA വിളിക്കുന്നുണ്ട് വീണ മാഡത്തിന്. നിങ്ങളുടെ ഓഫീസിൽ എന്തൊക്കെയാണ് നടത്തി കൂട്ടുന്നത്? ഇങ്ങനെ ഒരു അഴിമതി കാണിച്ച ഒരു സ്ത്രീ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയും വേഗം ആക്ഷൻ എടുക്കണം. നാളെ രാവിലെ തന്നെ സസ്പെൻഷൻ ഓർഡർ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അവർക്ക് കൊടുത്തേക്കണം, ജോലിയിൽ നിന്ന് പിരിച്ചു വിടണമെന്ന് പറയാം. ആ ഒരു വാർത്ത മീനാക്ഷിയോട് വീണ മാഡം പറയാം. പക്ഷേ മീനാക്ഷിക്ക് ഒരു കൂസലും ഇല്ല കേട്ടോ. തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ സസ്പെൻഷനും ഡിസ്മിസലും ഒക്കെ തരും, ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ചോളാം എന്നും പറഞ്ഞിട്ടാണ് അവർ പോകണം കേട്ടോ. അന്ന് അവർ ഒരുമിച്ച് വൈകിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വീണ മാഡത്തിനെ കൂട്ടുന്നില്ല മീനാക്ഷി. എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒരു തെറ്റ് എൻ്റെ മേലെ ആരോപിച്ചില്ലേ, എൻ്റെ കൂടെ നടക്കുന്നവരും കൂടെ വെറുതെ എന്തിനാ അങ്ങനെ ആവണം മാഡം, അതുകൊണ്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞ് മീനാക്ഷി ഇറങ്ങാം. ആകാശനാണെങ്കിൽ ദേഷ്യം വന്ന് പോവാൻ നിൽക്കുമ്പോൾ ധർമ്മം തടസ്സപ്പെടുത്തുന്നുണ്ട്. ആകാശ്, ഇത് ഗവൺമെൻറ് കാര്യമാണ്, നീ അതിലൊന്നും ഇടപെടരുത്. മീനാക്ഷി തെറ്റ് ചെയ്തിട്ടില്ല, നമുക്കറിയാലോ, നമുക്കത് തെളിയിക്കാം. എന്തായാലും 2 ദിവസം നീ വെയിറ്റ് ചെയ്യും. പക്ഷേ ചാടി പുറപ്പെട്ട് ഇപ്പോൾ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ അത് മീനാക്ഷിക്ക് തന്നെ ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് നീ ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് ആകാശിനെ തടയാട്ടോ. അങ്ങനെ മീനാക്ഷി പുറത്തിറങ്ങി സങ്കടപ്പെട്ട്, ദൈവമേ വീട്ടിലുള്ളവരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ദൈവമേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് വരുമ്പോൾ കുടുംബം മൊത്തം ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. ഗോമതിയും ബാലനും ആനന്ദും ധർമ്മനും ആകാശവും ഒക്കെ. അത് കാണുമ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാവുക. ഗോമതി ഇങ്ങനെ കൈ വാട്ടി വിളിക്കുക കേട്ടോ. അങ്ങനെ മീനാക്ഷി ഓടി വന്ന് വരികയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് അവരുടെ ആ മീനാക്ഷിയുടെ സങ്കടമൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാലനും പറയണം, മോളെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയാം. തെറ്റ് ചെയ്യാത്തടത്തോളം നീ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ല നാളെ ആയാലും സത്യം പുറത്തു വരും. അന്ന് നമുക്ക് അഭിമാനത്തോടെ ജോലിക്ക് തിരിച്ചു കയറാം. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടെന്ന് ബാലനും കൂടെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ മീനാക്ഷിക്ക്. ജോലി പോയാലും ഒരു കുഴപ്പമില്ല, കാരണം കുടുംബം മൊത്തം തനിക്കൊപ്പം സപ്പോർട്ടാണല്ലോ. അങ്ങനെ ഇവിടെ രഞ്ജിനി മാഡവും അതുപോലെ തന്നെ അലോകം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിനി മാഡം പറയുന്നുണ്ട്, അതേ അലോകെ, ഇനി വളരെ സൂക്ഷിച്ച് വേണം. സത്യസന്ധയായ ഒരു ജീവനക്കാരിയാണ് തെറ്റ് ആരോപിച്ചിട്ട് പുറത്തേക്ക് പറഞ്ഞു വിടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഫോൺ വിളിയൊക്കെ ഇനി നിർത്തിക്കൊള്ളണം. ആരെങ്കിലും എന്തെങ്കിലും കൊളുത്തി കൊടുത്താൽ പ്രശ്നമാവും. അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അലോക് പറയുക കേട്ടോ. എന്തായാലും ആ മിത്ര നമ്മളോട് ചെയ്ത ചതി അറിയാലോ, അതിന് ഇതൊക്കെ തന്നെയാണ് തിരിച്ചടി. അതുകൊണ്ട് എന്തായാലും രഞ്ജിനി ചേച്ചി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനതൊക്കെ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ അലോക് പറഞ്ഞ് നിൽക്കുക കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.